ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ബിഗ്നാസ്റ്റിക്. അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് എന്താണ്? നമ്മൾ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് ഏതായിരുന്നു? അഡ്ജക്റ്റീവ് ആയിരുന്നു, ദെൻ ടൈപ്സ് ഓഫ് അഡ്ജക്റ്റീവ് ആയിരുന്നു. കൂടാതെ അതിലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ഉണ്ട്. എന്താണ്? ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ. എന്താണ് ഈ ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ? അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ എന്ന ടോപ്പിക്കാണ്. ദ ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ ഈസ് എ ഗ്രമാറ്റിക്കൽ ഫീച്ചേഴ്സ് ഇൻ ഇംഗ്ലീഷ് ദാറ്റ് കമ്പയർ ദ ക്വാളിറ്റീസ് ഓഫ് ഡിഫറെൻറ്റ് നൗൺസ് യൂസിങ് ഒബ്ജക്റ്റീവ്സ്. എന്താണ്? ദ ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ ഈസ് എ ഗ്രമാറ്റിക്കൽ ഫീച്ചർ ഇൻ ഇംഗ്ലീഷ് ദാറ്റ് കമ്പയർ ദ ക്വാളിറ്റീസ് ഓഫ് ഡിഫറെൻറ്റ് നൗൺസ് യൂസിങ് ഒബ്ജക്റ്റീവ്സ്. ഒരു നൗണിൻ്റെ സവിശേഷതയെ മറ്റൊരു നൗണിൻ്റെ സവിശേഷതയുമായിട്ട് താരതമ്യം ചെയ്യുന്ന രീതി, അതായത് ഒരു വ്യക്തിയെ അല്ലെങ്കിൽ വസ്തുവിനെ മറ്റൊരു വ്യക്തിയുമായിട്ടോ അല്ലെങ്കിൽ വസ്തുവായിട്ടോ താരതമ്യം ചെയ്യുന്ന ആ ഒരു ടേംസാണ് ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ എന്ന് പറയുന്നത്. ഈ കമ്പാരിസൺ ഡിഗ്രിയിലെ വിശേഷണ വാക്കുകളെയാണ് ഡിഗ്രീസ് ഓഫ് അഡ്ജക്റ്റീവ് അല്ലെങ്കിൽ ഡിഗ്രീസ് ഓഫ് അഡ്വേർബ് എന്നാണ് പറയാറുള്ളത്. ഈ അഡ്ജക്റ്റീവ് എന്താണ്? നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിലാണ് അഡ്ജക്റ്റീവ് എന്ന ടോപ്പിക് ഡിസ്കസ് ചെയ്തത് അല്ലേ? എന്താണ് അഡ്ജക്റ്റീവ്? നാമത്തെ വിശേഷിപ്പിക്കുന്നതാണ് അഡ്ജക്റ്റീവ്. അഡ്വേർബോ? വേർബിനെ അല്ലെങ്കിൽ പ്രവൃത്തിയെ വിശേഷിപ്പിക്കുന്നതാണ് അഡ്വേർബ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കമ്പാരിസൺ ഡിഗ്രിയിലെ വിശേഷണ വാക്കുകളെ പറയുന്നത് എന്താണ്? ഡിഗ്രീസ് ഓഫ് അഡ്ജക്റ്റീവ് ഓർ ഡിഗ്രീസ് ഓഫ് അഡ്വേർബ്. ഈ ഡിഗ്രീസ് ഓഫ് കമ്പാരിസണിനെ മൂന്നായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാ? ഫസ്റ്റ് വൺ ഈസ് പോസിറ്റീവ് ഡിഗ്രി, സെക്കൻഡ് വൺ ഈസ് കമ്പാരിറ്റീവ് ഡിഗ്രി, തേർഡ് വൺ ഈസ് സൂപ്പർലേറ്റീവ് ഡിഗ്രി. അപ്പോൾ ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ 3 ടൈപ്സ് ആണ്. ഫസ്റ്റ് വൺ ഈസ് പോസിറ്റീവ് ഡിഗ്രി, സെക്കൻഡ് വൺ ഈസ് കമ്പാരിറ്റീവ് ഡിഗ്രി, തേർഡ് വൺ ഈസ് സൂപ്പർലേറ്റീവ് ഡിഗ്രി. അപ്പം നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് എന്താണ്? പോസിറ്റീവ് ഡിഗ്രി. വാട്ട് ഈസ് പോസിറ്റീവ് ഡിഗ്രി? ദ പോസിറ്റീവ് ഫോം ഈസ് ദ ബേസിക് ഫോം ഓർ ഒറിജിനൽ ഫോം ഓഫ് ആൻ അഡ്ജക്റ്റീവ് ഓർ ആൻ അഡ്വേർബ്. എന്താണ് പോസിറ്റീവ് ഡിഗ്രി എന്ന് പറയുന്നത്? ബേസിക് ഫോം അല്ലെങ്കിൽ ഒറിജിനൽ ഫോം ഓഫ് അഡ്ജക്റ്റീവ് ഓർ അഡ്വേർബ്. അഡ്ജക്റ്റീവിൻ്റെയും അഡ്വേർബിൻ്റെയും ബേസിക് ഫോമാണ് അല്ലെങ്കിൽ ഒറിജിനൽ ഫോമാണ് എന്ത്? പോസിറ്റീവ് ഡിഗ്രി എന്ന് പറയുന്നത്. ദാറ്റ് ഡിസ്ക്രൈബ് എ ക്വാളിറ്റി വിത്തൗട്ട് കമ്പാരിസൺ ഓർ റിലേഷൻ ടു ഇൻക്രീസ് ഓർ ഡിക്രീസ്. ഇറ്റ് യൂസ്ഡ് സ്റ്റേറ്റ് ക്വാളിറ്റി ഓഫ് എ നൗൺ ഓർ പ്രോനൗൺ ദാറ്റ് ഈസ് ദ സബ്ജക്റ്റ് ഇൻ എ സെൻറ്റൻസ്. ഒരു അഡ്ജക്റ്റീവിൻ്റെ ബേസിക് ടേമിൽ സാധാരണ രൂപത്തിൽ വരുന്ന ആ ഒരു ടേമാണ് പോസിറ്റീവ് ഡിഗ്രി എന്ന് പറയുന്നത്. പോസിറ്റീവ് ഡിഗ്രിയിൽ ഒരു വ്യക്തി അല്ലെങ്കിൽ വസ്തു മാത്രമുള്ളപ്പോൾ, ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു വസ്തുവോ മാത്രമുള്ളപ്പോൾ ഉപയോഗിക്കുന്ന ടേമാണ് പോസിറ്റീവ് ഡിഗ്രി എന്ന് പറയുന്നത്. ഈ പോസിറ്റീവ് ഡിഗ്രി എപ്പോഴാണ് ഉപയോഗിക്കല്? ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു വസ്തുവോ ഉള്ളപ്പോൾ മാത്രം ഉപയോഗിക്കുന്ന ടേമാണ് എന്ത്? പോസിറ്റീവ് ഡിഗ്രി എന്ന് പറയുന്നത്. ഈ ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു വസ്തുവിൻ്റെ ക്വാളിറ്റിയെ പറയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ സെൻറ്റൻസിൽ പോസിറ്റീവ് ഡിഗ്രി ഉപയോഗിക്കുന്നത്. ക്ലിയർ ആയോ? ഇപ്പോൾ ഒരു സെൻറ്റൻസിൽ ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു വസ്തുവിനെ പറയുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടേമാണ് ആ വ്യക്തിയെ അല്ലെങ്കിൽ ആ വസ്തുവിൻ്റെ ക്വാളിറ്റിയെ പറയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? പോസിറ്റീവ് ഡിഗ്രി ഉപയോഗിക്കുന്നത്. അപ്പോൾ എന്താണ് പോസിറ്റീവ് ഡിഗ്രി എന്ന് ക്ലിയർ ആയില്ലേ? ആ പോസിറ്റീവ് ഡിഗ്രിയിൽ ഉപയോഗിക്കുന്ന വാക്കുകൾ ഏതൊക്കെയാണ്? ബ്യൂട്ടിഫുൾ, ബിഗ്, ബ്രൈറ്റ്, വീക്ക്, എക്സെട്ര. ബ്യൂട്ടിഫുൾ, ബിഗ്, ബ്രൈറ്റ്, വീക്ക്, എക്സെട്ര. ഇങ്ങനെ അഡ്ജക്റ്റീവിൻ്റെ തനതായിട്ടുള്ള വാക്കുകളാണ് നമ്മൾ എന്തിൽ ഉപയോഗിക്കുന്നത്? പോസിറ്റീവ് ഡിഗ്രിയിൽ ഉപയോഗിക്കുന്നത്. ഈ ബ്യൂട്ടിഫുൾ, ബിഗ്, ബ്രൈറ്റ്, വീക്ക് ഇത്ര മാത്രമല്ല, അങ്ങനെ ഏതൊരു അഡ്ജക്റ്റീവ്സിൻ്റെയും തനതായിട്ടുള്ള രൂപമാണ് ഏത്? പോസിറ്റീവ് ഡിഗ്രി എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള എല്ലാ അഡ്ജക്റ്റീവിൻ്റെ വാക്കുകളുടെയും തനത് രൂപങ്ങളെല്ലാം ഏതാണ്? പോസിറ്റീവ് ഡിഗ്രിയാണ്. ക്ലിയർ ആയില്ലേ? ഈ പോസിറ്റീവ് ഡിഗ്രിയുടെ സ്ട്രക്ചർ എങ്ങനെയാ? എസ് പ്ലസ് അഡ്ജക്റ്റീവ് പ്ലസ് ആസ്.
ആസ് പ്ലസ് അഡ്ജക്റ്റീവ് പ്ലസ് ആസ്, വിത്തൗട്ട് er or more or most. S plus adjective plus as without er, more or most. മോറോ മോസ്റ്റോ ഇആറോ ഒന്നും ഉൾപ്പെടാതെ എസ് പ്ലസ് അഡ്ജക്റ്റീവ് പ്ലസ് ആസ് എന്ന സ്ട്രക്ചറാണ് എന്ത് പറയുന്നത്, പോസിറ്റീവ് ഡിഗ്രിയുടെ ടേം എന്ന് പറയുന്നത്. ഇപ്പം എക്സാമ്പിൾ നോക്കിയേ, റാണി ഈസ് എ ബ്യൂട്ടിഫുൾ ഗേൾ. എന്താണ്? റാണി ഈസ് എ ബ്യൂട്ടിഫുൾ ഗേൾ. സീത ഈസ് എ ടോൾ ഗേൾ. റാണി ഈസ് എ ബ്യൂട്ടിഫുൾ ഗേൾ, സീത ഈസ് എ ടോൾ ഗേൾ. ഈ രണ്ട് സെൻറ്റൻസിലും ഒരൊറ്റ ആളെ, റാണി എന്ന ഒരൊറ്റ വ്യക്തിയെ വിശേഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ബ്യൂട്ടിഫുൾ എന്ന അഡ്ജക്റ്റീവ് ഉപയോഗിച്ചത്. അതായത് ഒരു സെൻറ്റൻസിലെ ഒരു വ്യക്തിയെ വിശേഷിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന അഡ്ജക്റ്റീവ്സ് ആണ് എന്ത്, പോസിറ്റീവ് ഡിഗ്രി എന്ന് പറയുന്നത്. ഇപ്പോൾ ക്ലിയർ ആയില്ലേ? എക്സാമ്പിളും കൂടി പറഞ്ഞപ്പോൾ ഇപ്പോൾ ഏതൊക്കെ എക്സാമ്പിൾ? റാണി ഈസ് എ ബ്യൂട്ടിഫുൾ ഗേൾ, സീത ഈസ് എ ടോൾ ഗേൾ. ഇതിൽ റാണിയെ വിശേഷിപ്പിക്കാൻ ബ്യൂട്ടിഫുൾ എന്നും സീതയെ വിശേഷിപ്പിക്കാൻ ടോൾ എന്നുമാണ് ഉപയോഗിച്ചത്. ദെൻ നെക്സ്റ്റ് ഏതാണ്? കമ്പാരിറ്റീവ് ഡിഗ്രി. നെക്സ്റ്റ് ഏതാണ്? കമ്പാരിറ്റീവ് ഡിഗ്രി. വാട്ട് ഈസ് കമ്പാരിറ്റീവ് ഡിഗ്രി? It means compare the qualities of two nouns or pronouns to indicate which has a greater or lesser degree of a particular quality. It means compare the qualities of two nouns or pronouns to indicate which has a greater or lesser degree of a particular quality. It means use it to nouns or pronouns. It used to nouns or pronouns. രണ്ട് വസ്തുക്കൾ അല്ലെങ്കിൽ രണ്ട് വ്യക്തികൾ ഇവയെ താരതമ്യം ചെയ്യാൻ ഉപയോഗിക്കുന്നത്. അതായത് നൗണിനെ മറ്റൊരു നൗണുമായിട്ട് താരതമ്യം ചെയ്യുന്ന ടേമാണ് എന്ത് പറയുന്നത്, കമ്പാരിറ്റീവ് ഡിഗ്രി എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു വ്യക്തിയെ മറ്റൊരു വ്യക്തിയുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ വരുന്ന ആ ഒരു ടേംസാണ് കമ്പാരിറ്റീവ് ഡിഗ്രി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരു വസ്തുവിനെ മറ്റൊരു വസ്തുവായിട്ട് താരതമ്യം ചെയ്യുന്നത്. ക്ലിയർ ആയോ? എന്താണ് കമ്പാരിറ്റീവ് ഡിഗ്രി എന്ന് പറയുന്നത്? റാണി ഈസ് മോർ ബ്യൂട്ടിഫുൾ ദാൻ റോണി. എക്സാമ്പിൾ നോക്കിയേ, റാണി ഈസ് മോർ ബ്യൂട്ടിഫുൾ ദാൻ റോണി. എന്താണ് ഇവിടെ? റാണി എന്ന ഒന്നാമത്തെ വ്യക്തിയെ റോണി എന്ന രണ്ടാമത്തെ വ്യക്തിയുമായിട്ട് കമ്പാരിസൺ ചെയ്യുന്നതിന് വേണ്ടി ആ ഒരു സെൻറ്റൻസിൽ നമ്മൾ ബ്യൂട്ടിഫുൾ എന്ന വാക്ക് ഉപയോഗിച്ചു. പക്ഷേ ബ്യൂട്ടിഫുൾ എന്ന വാക്കിൻ്റെ കൂടെ നമ്മളൊരു കാര്യം കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ശ്രദ്ധിച്ച് നോക്കിയ ആ സെൻറ്റൻസ്, റാണി ഈസ് മോർ ബ്യൂട്ടിഫുൾ ദാൻ റോണി. അതിൽ ബ്യൂട്ടിഫുളിൻ്റെ കൂടെ എന്താ ആഡ് ചെയ്തിട്ടുണ്ട്? മോർ ബ്യൂട്ടിഫുൾ അല്ലേ? അപ്പോൾ നമ്മൾ റാണി എന്ന വ്യക്തിയെ റോണിയുമായിട്ട് താരതമ്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവിടെ നമ്മൾ എന്ത് ഉപയോഗിച്ചു? ബ്യൂട്ടിഫുൾ എന്ന ടേം ഉപയോഗിച്ചു. അതിൻ്റെ കൂടെ മോർ എന്നും കൂടി ആഡ് ചെയ്തു. അപ്പോൾ ഒരു വ്യക്തിയെ മറ്റൊരു വ്യക്തിയുമായിട്ട് താരതമ്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വാക്കുകളാണ്, മീൻസ് ഉപയോഗിക്കുന്ന ടേംസ് ആണ് എന്ത്? കമ്പാരിറ്റീവ് ഡിഗ്രി എന്ന് പറയുന്നത്. ഈ കമ്പാരിറ്റീവ് ഡിഗ്രിയിൽ വാക്കുകൾക്ക് കൂടെ മോർ എന്നും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ എല്ലാ സെൻറ്റൻസുകളിലെയും എല്ലാ വാക്കുകളുടെയും കൂടെ മോർ എന്ന ടേംസ് അല്ല ഉപയോഗിക്കുന്നത്. അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, അതിന് ഒരുപാട് റൂൾസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇനിയും പറയാനുണ്ട്. അത് നമുക്ക് എന്ത് ചെയ്യാം? റൂൾസ് എന്ന ഭാഗമായിട്ട് തന്നെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഇല്ലെങ്കിൽ എന്താവും? ഒന്ന് കൺഫ്യൂഷൻ ആവും. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞത് എന്താണ് കമ്പാരിറ്റീവ് ഡിഗ്രി എന്നാണ് പറയുന്നത്. അതിൻ്റെ എക്സാമ്പിളാണ് റാണി ഈസ് മോർ ബ്യൂട്ടിഫുൾ ദാൻ റോണി. കണ്ടോ? റാണി ഈസ് മോർ ബ്യൂട്ടിഫുൾ ദാൻ റോണി. ഒരാളെ മറ്റൊരാളുമായിട്ട് താരതമ്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടേമാണ് എന്ത്? കമ്പാരിറ്റീവ് ഡിഗ്രി എന്ന് പറയുന്നത്. ഇതിൽ സാധാരണമായി ഇത്തരം ഡിഗ്രികളിൽ ഡിഗ്രീസിൽ ദാൻ എന്ന് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ സാധാരണമായിട്ട് ഈ ഒരു കമ്പാരിറ്റീവ് ഡിഗ്രിയിലെ സെൻറ്റൻസിൽ ഉപയോഗിക്കും? ദാൻ എന്ന ടേംസ് ഉപയോഗിക്കും. എന്നാൽ ഈ ദാൻ എന്ന ടേംസ് എല്ലായിടത്തും ഉപയോഗിക്കുമോ? ഇല്ല. ഇപ്പോൾ നമ്മൾ പറഞ്ഞ എക്സാമ്പിളില്ലേ, റാണി ഈസ് മോർ ബ്യൂട്ടിഫുൾ ദാൻ റോണി, അവിടെ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്? ദാൻ എന്ന ടേം ഉപയോഗിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഈ കമ്പാരിറ്റീവ് ഡിഗ്രിയുടെ സൂചകമായിട്ട് പോലും നമ്മൾ എന്തിനെയാണ് കണക്കാക്കുന്നത്? ദാൻ എന്ന ടേം
വരുന്നുണ്ട്. മനസ്സിലായോ? അപ്പം നമുക്ക് എക്സാമ്പിൾസ് ഒരു 3-4 എക്സാമ്പിൾസ് തന്നിട്ട് അതിൽ നിന്ന് കമ്പാരിറ്റീവ് ഡിഗ്രിയും പോസിറ്റീവ് ഡിഗ്രിയും ഒക്കെ നിങ്ങളോട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറയുമ്പോൾ ഒന്നിനെ മറ്റൊന്നുമായിട്ട് താരതമ്യം ചെയ്യുന്നത്, ഒരാളെ മറ്റൊരാളുമായിട്ട് താരതമ്യം ചെയ്യുന്നതായിരിക്കും മോർ എന്ന് വന്നിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ ദാൻ എന്ന് വന്നിട്ടുണ്ടാവും. ഇതൊക്കെ ഏതാണ്? കമ്പാരിറ്റീവ് ഡിഗ്രി ആയിരിക്കും. ക്ലിയർ ആയോ? ഇതെല്ലാം നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? കമ്പാരിറ്റീവ് ഡിഗ്രി ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. മാത്രമല്ല അതിൽ ഇവിടെ ചിലതൊക്കെ എന്താണ് എക്സ്പ്രഷൻസ് ഉണ്ട്, എന്താണ് ചിലതൊന്നും അതിൽ പെടാത്തതുണ്ട്, ഇതൊന്നും ഞങ്ങൾക്ക് ബാധകമല്ലെന്ന് രീതിയിൽ ചിന്തിക്കുന്ന കുറച്ച് വേർഡ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? ജൂനിയർ, സീനിയർ, ഇൻഫീരിയർ, സുപ്പീരിയർ, ആൻറ്റീരിയർ, പോസ്റ്റീരിയർ, എൽഡർ. ഈ പറഞ്ഞ വാക്കുകൾ ജൂനിയർ, സീനിയർ, ഇൻഫീരിയർ, സുപ്പീരിയർ, ആൻറ്റീരിയർ, പോസ്റ്റീരിയർ, എൽഡർ. ഇത്രയും വാക്കുകൾക്ക് കൂടെ എന്ത് വരില്ല? ദാൻ എന്ന ടേം വരില്ല. പകരം എന്താണ് വരിക? ടു എന്നാണ് ഉപയോഗിക്കുക. മനസ്സിലായോ? ഈ പറഞ്ഞ വാക്കുകളുടെ കൂടെ ദാൻ എന്നതിന് പകരം ടു എന്നാണ് ഉപയോഗിക്കുക. സീനിയർ ടു, എൽഡർ ടു, ജൂനിയർ ടു. ജൂനിയർ, സീനിയർ, ഇൻഫീരിയർ, സുപ്പീരിയർ, ആൻറ്റീരിയർ, എൽഡർ ആൻഡ് പോസ്റ്റീരിയർ. ഈ ടേംസിൻ്റെ എന്നും കൂടെ ദാൻ എന്ന ടേം വരില്ല, പകരം ടു എന്നാണ് ഉപയോഗിക്കുക. ഉദാഹരണമായിട്ട് സീനിയർ ടു, എൽഡർ ടു, ജൂനിയർ ടു. ഇങ്ങനെയാണ് നമ്മൾ ആ വാക്കുകളെ കമ്പാരിറ്റീവ് ഡിഗ്രിയിലോട്ട് മാറ്റുമ്പോൾ വരുന്നത്. ദാനിന് പകരം ആ വാക്കുകളെ കമ്പാരിറ്റീവ് ഡിഗ്രിയിലോട്ട് മാറ്റുമ്പോൾ എന്താണ് വരിക? ടു എന്ന ടേമാണ് വരിക. ആ വാക്കുകളൊന്ന് ജസ്റ്റ് ഓർത്ത് വെച്ചാൽ മതി. ഇപ്പം എന്താണ് കമ്പാരിറ്റീവ് ഡിഗ്രി എന്ന് ക്ലിയർ ആയില്ലേ? ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു വസ്തുവിനെ മറ്റൊരു വ്യക്തിയുമായിട്ട് അല്ലെങ്കിൽ മറ്റൊരു വസ്തുവായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്, കമ്പാരിസൺ ചെയ്യുന്നതാണ് കമ്പാരിറ്റീവ് ഡിഗ്രി എന്ന് പറയുന്നത്. ദെൻ മൂന്നാമത്തെ ഏതാണ് നോക്കിയേ? സൂപ്പർലേറ്റീവ് ഡിഗ്രി. എന്താണ് സൂപ്പർലേറ്റീവ് ഡിഗ്രി? ഇറ്റ്സ് യൂസ്ഡ് ടു കമ്പയർ 3 or more nouns or pronouns. കമ്പയർ 3 or more nouns or pronoun. ഒരു നൗണിനെ ഒന്നിൽ കൂടുതൽ നൗണുകളുമായിട്ട് താരതമ്യം ചെയ്യുന്നത്, അതായത് 2ൽ കൂടുതൽ വ്യക്തികളെയോ വസ്തുക്കളെയോ താരതമ്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടേമാണ് എന്ത് പറയുന്നത്? സൂപ്പർലേറ്റീവ് ഡിഗ്രി എന്ന് പറയുന്നത്. ഇപ്പം കമ്പാരിറ്റീവ് ഡിഗ്രിയിൽ ഒരാളെ മറ്റൊരാളുമായിട്ട്, അപ്പം 2 വ്യക്തികൾ വരുന്നതാണ് എന്ത്? കമ്പാരിറ്റീവ് ഡിഗ്രി. പോസിറ്റീവ് ഡിഗ്രിയിൽ ഒറ്റ വ്യക്തി അല്ലെങ്കിൽ ഒരൊറ്റ വസ്തുവാണ് വരുന്നത്. സൂപ്പർലേറ്റീവിൽ ഒരു വ്യക്തിയെ ഒരുപാട് വ്യക്തികളുമായിട്ടാണ് കമ്പയർ ചെയ്യുക. 2ൽ കൂടുതൽ വ്യക്തികളായിട്ട്, 3ആവട്ടെ 4ആവട്ടെ അവരുമായിട്ടാണ് ഒരൊറ്റ വ്യക്തിയെ എന്ത് ചെയ്യുക? കമ്പാരിസൺ ചെയ്യുന്നത്. ഇപ്പോൾ ക്ലിയർ ആയോ? ഇപ്പോൾ എക്സാമ്പിൾ, റാണി ഈസ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഗേൾ ഇൻ ദ ക്ലാസ്. റാണി ഈസ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഗേൾ ഇൻ ദ ക്ലാസ് റൂം. ഒരു ക്ലാസ്സിലെ മുഴുവൻ കുട്ടികളെ, ആ ക്ലാസ്സിലെ മുഴുവൻ കുട്ടികളിൽ റാണിയാണ് ഭംഗിയുള്ളത്. അപ്പം എന്താണ്? റാണിയെ ആ ക്ലാസ്സിലുള്ള മുഴുവൻ കുട്ടികളും, അത്ര ഒരുപാട് കുട്ടികളുമായിട്ടാണ് താരതമ്യം ചെയ്തത്. അവിടെ ഉപയോഗിച്ചത് എന്താണ്? മോസ്റ്റ് ബ്യൂട്ടിഫുൾ. എന്താണ്? മോസ്റ്റ് ബ്യൂട്ടിഫുൾ. അവിടെയും നമ്മുടെ ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞ വേർഡ് ഉണ്ട് അല്ലേ? പക്ഷെ അതിൻ്റെ കൂടെ നമ്മൾ എന്ത് യൂസ് ചെയ്തു? മോസ്റ്റ് എന്ന ടേം ഉപയോഗിച്ചു. എന്താണ്? മോസ്റ്റ് എന്ന ടേം ഉപയോഗിച്ചു. അപ്പോൾ അത് ഏത് ഡിഗ്രിയാണ്? സൂപ്പർലേറ്റീവ് ഡിഗ്രി. സൂപ്പർലേറ്റീവ് ഡിഗ്രിയിൽ ഒരാളെ ഒരുപാട് പേരുമായിട്ട് താരതമ്യം ചെയ്യാൻ ഉപയോഗിക്കും. അങ്ങനെയുള്ള വാക്കുകളുടെ കൂടെ എന്തും കൂടി ആഡ് ചെയ്യും? മോസ്റ്റ് ആഡ് ചെയ്യും. അത് വിചാരിച്ച് എല്ലാ വേർഡ്സിൻ്റെയും കൂടെ മോസ്റ്റ് ആഡ് ചെയ്യും എന്നല്ല. ഒരു വിധം വാക്കുകളുടെ, ചില വാക്കുകളുടെ കൂടെ നമ്മൾ എന്ത് യൂസ് ചെയ്യും? സൂപ്പർലേറ്റീവ് ആക്കുമ്പോൾ മോസ്റ്റ് ആഡ് ചെയ്യും. അല്ലാതെ പല മാറ്റങ്ങളും വരുന്നതുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു റൂൾസ് പഠിക്കേണ്ട ഒരു ഭാഗം വരും, അതിൽ നമുക്കത് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ സൂപ്പർലേറ്റീവ് എന്താണ്? ഒരു വ്യക്തിയെ ഒന്നിൽ കൂടുതൽ വ്യക്തികളുമായിട്ട് താരതമ്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന, മീൻസ് ഒരു വ്യക്തിയെ ഇപ്പോൾ ഒരു 3-4 വ്യക്തികളായിട്ട് താരതമ്യം ചെയ്യാൻ ഉപയോഗിക്കുന്ന ടേമാണ് സൂപ്പർലേറ്റീവ് ഡിഗ്രി എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇതിൽ ശ്രദ്ധിക്കേണ്ടത് ദ എന്നതിൻ്റെ ഉപയോഗമാണ്. അപ്പം നോക്കിയേ, റാണി ഈസ് ദി മോസ്റ്റ് ബ്യൂട്ടിഫുൾ. ദി മോസ്റ്റ് ബ്യൂട്ടിഫുൾ. ആ ദ എന്ന ആർട്ടിക്കിൾ സൂപ്പർലേറ്റീവിൻ്റെ സൂചകമാണ്. നേരത്തെ ദാൻ എന്നതായിരുന്നു, ഇപ്പം എന്താണ്? ദ എന്നാണ്. ഏതിലാണ് ദാൻ എന്ന് പറഞ്ഞത്? കമ്പാരിറ്റീവിൽ. സൂപ്പർലേറ്റീവിൽ വന്നപ്പോൾ എന്തായി? ദ എന്ന് മാത്രമായി.
അപ്പോൾ സൂപ്പർലേറ്റീവ് ഡിഗ്രിയിലെ സെൻറ്റൻസിലെ മോസ്റ്റിൻ്റെ കൂടെ എന്തും കൂടിയും വരും, ദ എന്ന ടേമും കൂടിയും, ദ എന്ന ആർട്ടിക്കിളും കൂടിയും വരും. അതെന്തിൻ്റെ സൂചകമാണ്? സൂപ്പർലേറ്റീവ് ഡിഗ്രിയുടെ സൂചകമാണ്. അപ്പം നമ്മൾ എന്താണ് പറഞ്ഞത്? ഒരു വ്യക്തി പറയുമ്പോൾ ബ്യൂട്ടിഫുൾ ആയിരിക്കും, രണ്ട് വ്യക്തികളെ പറയുമ്പോൾ മോർ ബ്യൂട്ടിഫുൾ ആയിരിക്കും, രണ്ടിൽ കൂടുതൽ വ്യക്തികളെ പറയുമ്പോൾ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ആയിരിക്കും. മനസ്സിലായോ? ഒരു വ്യക്തിയായപ്പോൾ ബ്യൂട്ടിഫുൾ, അതേതാണ്? പോസിറ്റീവ്. രണ്ട് വ്യക്തിയായപ്പോൾ മോർ ബ്യൂട്ടിഫുൾ, അതേതാണ്? കമ്പാരിറ്റീവ്. രണ്ടിൽ കൂടുതൽ വ്യക്തികളായപ്പോൾ എന്തായി? മോസ്റ്റ് ബ്യൂട്ടിഫുള്ളായി, അതെന്താണ്? സൂപ്പർലേറ്റീവ് ആണ്. അപ്പോൾ ഈ 3 ടേം എങ്ങനെയാണെന്ന് മനസ്സിലായില്ലേ? അതിൽ എന്താണ്? കമ്പാരിറ്റീവ്ലി ദാനും സൂപ്പർലേറ്റീവ്ലി ദായും അതിൻ്റെ സൂചകങ്ങളായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. കൂടാതെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിലൊക്കെ നമ്മൾ പറഞ്ഞു എന്ത്? മോസ്റ്റും മോറൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഈ മോസ്റ്റും മോറും അല്ലാതെ പല രീതിയിൽ മാറ്റങ്ങൾ വരുന്ന ടേംസുകളുണ്ട്, അതിന് പല റൂളുകളുണ്ട്. അപ്പം നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത് എന്താണ്? കമ്പാരിസൺ ഓഫ് ഡിഗ്രി എന്ന എന്താണ് അതിൻ്റെ പ്രാഥമികമായിട്ടുള്ള ഭാഗമാണ്. കമ്പാരിസൺ ഡിഗ്രി എന്ന ടോപ്പിക്കിൻ്റെ പ്രാഥമികമായിട്ടുള്ള ഒരു ചെറിയ ഭാഗം മാത്രമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. എന്താണ് കമ്പാരിറ്റീവ്, എന്താണ് പോസിറ്റീവ്, എന്താണ് സൂപ്പർലേറ്റീവ് എന്ന് ജസ്റ്റ് അതിൻ്റെ ഒരു എന്താണ് ചെറിയൊരു ഡെഫിനിഷൻസ്, അതിൻ്റെ ഒരു പ്രാഥമിക നോട്ട് മാത്രമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. അതിനെക്കുറിച്ച് ജസ്റ്റ് ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. അതിൻ്റെ റൂൾസ്, അതിൽ വരുന്ന മറ്റു മാറ്റങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇനിയും ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പോൾ അത് നമുക്ക് ഇത്രയും ഇന്ന് ഡിസ്കസ് ചെയ്ത കമ്പാരിസൺ ഓഫ് ഡിഗ്രിയിലെ പോസിറ്റീവ് എന്താണ്, കമ്പാരിറ്റീവ് എന്താണ്, സൂപ്പർലേറ്റീവ് എന്താണെന്ന് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കി വെക്കുക. ഇനി നമുക്ക് നാളെ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റൂൾസ് ഓഫ് കമ്പാരിസൺ ഡിഗ്രീസ് നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ള ഈ ഭാഗം നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അതിലെന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ലിയർ ചെയ്യുക. നാളെ നമുക്കിതിൻ്റെ റൂൾസും കാര്യങ്ങളുമായിട്ട് ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് എന്ത് ചെയ്യാം? അവിടെ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, ബൈ.